കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ദൈവങ്ങളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ പരിശുദ്ധമായ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ കൂടെ വരുവാൻ കർത്താവ് എനിക്ക് അവസരം തന്നല്ലോ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ ശ്രേഷ്ഠമായ നാമത്തിൽ എല്ലാ സഹവിശ്വാസികൾക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ജീവനും ചൈതന്യമുള്ള വചനം ആണ്. ജീവനും ചൈതന്യമുള്ള വചനം അതെന്താണ്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനം തന്നെയാണ്. പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മനുസരണം ഇതാണ് നമ്മുടെ കർത്താവായ, അതാണ് ജീവനുള്ള വചനം. ജീവനും ശക്തിയുമുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനം അതാണ്. ഈ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആദ്യമേ തന്നെ സംസാരിക്കുന്നുണ്ട്. സാത്താൻ കർത്താവിൻ്റെ പരിശുദ്ധ ശുശ്രൂഷ സമയത്ത് കർത്താവിൻ്റെ സ്നാനത്തിന് ശേഷം കർത്താവ് മരുഭൂമിയിലേക്ക് സഞ്ചരിച്ച് തൻ്റെ പരീക്ഷണത്തിന് വേണ്ടി സാത്താൻ അതിൻ്റെ അവസാന ഘട്ടത്തിൽ സാത്താൻ സമീപിച്ചിട്ട് പറഞ്ഞതാണ്, തന്നെ അപ്പമാക്കുക. ദൈവം സാത്താനോട് പറയുന്ന ഒരു വചനമുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിലൂടെ വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടുമാണ് അവൻ ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് കർത്താവായ യേശുക്രിസ്തു അന്ന് സംസാരിച്ചത്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനം, ഈ ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനം, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ കൃപ, അത് ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ മക്കൾ മുഴുവനും ആ കർത്താവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയവരാണ്. കർത്താവിൻ്റെ സാന്നിധ്യത്തെ അവർ മനസ്സിലാക്കി. കർത്താവിൻ്റെ പ്രഭാവം, കർത്താവിൻ്റെ ശക്തി, സാമർഥ്യം, അതായത് സീനായി പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ ഇസ്രായേൽ മക്കൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ദൈവം അവർക്ക് കൽപ്പന കൊടുക്കുന്നത്, ആ സമയത്ത് ദൈവം കൽപ്പന കൊടുക്കുന്നത് മോശയുടെ സാന്നിധ്യത്തിൽ മാത്രമല്ല, ഇസ്രായേൽ മക്കളുടെ സകല ജനങ്ങളുടെ മുൻപ് വെച്ചാണ് കർത്താവ് അവരോട് സംസാരിച്ചത്. ആ കർത്താവിൻ്റെ പ്രഭാവം, ശക്തി, അവൻ്റെ തീഷ്ണത, അവൻ്റെ തേജസ്, അവൻ്റെ മഹിമ, അത് പ്രത്യേകം എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ജനങ്ങൾ പേടിച്ച് വിറയ്ക്കുകയായിരുന്നു. സ്ഥൂലവും തീ കത്തുന്നതായ പർവ്വതത്തിൽ മേഘതമസ്, കൂരിട്ട്, കൊടുങ്കാറ്റ്, ഇങ്ങനെയുള്ള ആ ഭയാനകമായ ദൈവത്തെ ആർക്കും കാണും. ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഇസ്രായേൽ മക്കൾ മുഴുവനും അനുഭവിച്ചു. അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയായിരുന്നു. അവനെ കേട്ട് അതൊക്കെ നമുക്ക് കുറച്ച് നാൾ ഉണ്ട്. അതായത് ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന് പറഞ്ഞ ദൈവദാസൻ, സ്കോട്ടിഷ്കാരനായ ഒരു ദൈവദാസൻ, ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന് പറഞ്ഞാൽ ഒരു ദൈവദാസൻ, മിഷണറി, കറുത്ത ഭൂഖണ്ഡമെന്ന് പറയുന്ന ആഫ്രിക്കൻ വരമ്പിൽ സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരുന്ന ഒരു സുവിശേഷം നമുക്കറിയാം, ഡേവിഡ് ലിവിങ്സ്റ്റൺ. അദ്ദേഹം ഇങ്ങനെ സാംബിയ, മൊസാംബിക്സ് ഈ ഏരിയയിൽ ഇങ്ങനെ സുവിശേഷം സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന സമയത്തിൽ ഒരു ദിവസം വനത്തിലൂടെ പുള്ളിക്കാരൻ സഞ്ചരിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് കുറച്ച് ശബ്ദ കോലാഹലം, ഒരു ശബ്ദം പുള്ളിയുടെ ആകർഷണത്തിൽപ്പെട്ടു. ആ പുള്ളി വരുന്ന വഴിയിൽ ആ ശബ്ദം കേട്ടിട്ട് മുമ്പോട്ട് പ്രൊസീഡ് ചെയ്യുമ്പോൾ ആ ശബ്ദം കൂടിക്കൂടി വരുന്നു. പുറകോട്ട് പോകുമ്പോൾ ആ ശബ്ദം കുറഞ്ഞു വരുന്നു. എന്നാൽ ഇത് എന്താണെന്ന് അറിയണമല്ലോ എന്നോർത്ത് ദൈവദാസൻ കുറച്ചുകൂടെ മുമ്പോട്ട് പോയപ്പോഴത്തേക്ക് ശബ്ദം കൂടിക്കൂടി വരുന്നു. അങ്ങനെ കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് ആ ശബ്ദത്തിൻ്റെ ആ തീഷ്ണഭാവത്തിലെത്തി. അദ്ദേഹം വൃക്ഷത്തിൻ്റെ ഇലകളിലൊക്കെ മാറിയെന്ന് വൃക്ഷത്തിൻ്റെ ഇലകളെയൊക്കെ മുഖത്ത് നോക്കിയപ്പോൾ ഭയങ്കരമായൊരു വെള്ളച്ചാട്ടമാണ് കാണുന്നത്. വിക്ടോറിയ വെള്ളച്ചാട്ടം, സാംബസി നദിയിൽ ഒഴുകുന്ന വിക്ടോറിയ വെള്ളച്ചാട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. ഏതാണ്ട് 18-ാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗത്തും 18-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്ത് 1855 ആ സമയങ്ങളിലാണ്. 1855 നവംബർ 16-ാം തീയതിയാണ് അദ്ദേഹം അത് കണ്ടുപിട്ടത്. ആ വെള്ളച്ചാട്ടത്തിന് അന്ന് വിക്ടോറിയ വെള്ളച്ചാട്ടം ഒന്നും എഴുതിയിട്ടില്ല, ഒന്നുമല്ല കൊടുത്തത്. ഡേവിഡ് ലിവിങ്സ്റ്റണാണ് ആ പേര് കൊടുത്തത്. വിക്ടോറിയ രാജ്ഞിക്ക് വേണ്ടി ആ വെള്ളച്ചാട്ടം സമർപ്പിക്കുമെന്ന് പറഞ്ഞു. ആ ശബ്ദത്തിൻ്റെ ഇരമ്പൽ, പറഞ്ഞത് ശബ്ദത്തിൻ്റെ ഇരമ്പലിനെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞപ്പോൾ അത് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ആയിരുന്നു എന്നാണ് അതനുഭവിച്ച നമുക്കെല്ലാം മനസ്സിലായിരുന്നു. ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധ വചനത്തെക്കുറിച്ച്, ആ പ്രഭാവത്തെക്കുറിച്ച് ദൈവം 3 മക്കളോട്
ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച്, ദൈവം എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അതെങ്ങനെയാണെന്ന് ദൈവം തന്നെ പരിശുദ്ധാത്മാവിലൂടെ ദൈവം മനസ്സിലാക്കിക്കൊടുത്ത് നമുക്ക് കാണുന്ന ഒരു 3 വ്യക്തികളെ കുറിച്ച്. ഒന്നാണ് മോശ. ഞാനിപ്പം പറഞ്ഞത് മോശ, അവരെ കൊണ്ട് സിനായി പർവ്വതത്തിലുണ്ട്. മോശ നമുക്കറിയാമല്ലോ, മോശ കൽപ്പനയ്ക്ക് വേണ്ടി 40 ദിവസം ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്നു. 40 ദിവസം. ഈ 40 ദിവസം അവിടെ ഇരുന്ന് എന്തിനാണ്? 10 കൽപ്പനകൾ കൊടുക്കാൻ വേണ്ടി 40 ദിവസം എന്തിനാണ് ഇവിടെ ഇരുന്നത്? കാര്യം ഈ പ്രപഞ്ചത്തെ ഞാൻ എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്ന് വളരെ വ്യക്തമായിട്ട് മോശയ്ക്ക് പറഞ്ഞു കൊടുക്കണം. അതല്ലേ മോശ എഴുതിയ മോശയുടെ പുസ്തകമായ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഈ 5 പുസ്തകങ്ങൾ ദൈവം അവന് പറഞ്ഞു കൊടുത്തതെല്ലാം തൻ്റെ ഹൃദയത്തിൽ സംഭരിച്ച് വെച്ചിട്ട് അവിടെ വന്ന് എഴുതിക്കൊണ്ട്. കുറച്ചൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ എഴുതിയിട്ടുണ്ടായിരിക്കാം. ഒന്നും വിടാതെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അതെല്ലാം എഴുതിക്കൊണ്ടതാണ് നമുക്ക് അറിയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യമേ തന്നെ നമുക്ക് വായിക്കുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായിരുന്നു. ആഴത്തിൽ ഇരുൾ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടേയിരുന്നു. ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് വാസ് ഓവറിങ് ഓവർ ദ ഫേസ് ഓഫ് ദ വാട്ടർ എന്നാണ്. ഓവറിങ് എന്നാണ് ഇരിക്കുന്നത്. ഓവറിങ് എന്ന് പറഞ്ഞു വരുന്നത് എന്താണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഓവറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവറിങ് എന്ന് പറഞ്ഞാൽ ചിറകടിച്ചുകൊണ്ട് ആകാശത്തിൽ സ്ഥിതി ചെയ്യുക, ആകാശം സ്ഥിതി ചെയ്യുക, മേൽപോട്ട് പറക്കുക, വട്ടമിട്ട് പറക്കുക, ചുറ്റിപ്പറ്റി നടക്കുക, അലഞ്ഞു തിരിയുക എന്നൊക്കെയുണ്ട് ഈ ഹോവറിങ് എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്തിനു വേണ്ടിയോ കാത്തു നിൽക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടേയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഹോവറിങ് എന്ന് പറഞ്ഞാൽ സജ്ജമാക്കി വെക്കുക. അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സജ്ജമായി തിരിക്കുകയാണ് ഏതോ ഒരു ഓർഡറിന് വേണ്ടി. നമ്മൾക്കറിയാം, യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് യുദ്ധത്തിൻ്റെ സൈന്യങ്ങളെല്ലാം നല്ല അതായത് സാധനങ്ങളൊക്കെ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അവരൊരു ഓർഡറിന് വേണ്ടി കാത്തിരിക്കും. ഒരു ഓർഡർ വന്നാൽ മതി, ആ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ സ്റ്റാർട്ട് ചെയ്യും. അല്ല, അവനാണ് ഹോവറിങ് എന്ന് പറയുന്നത്. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ദേ ആർ വെയിറ്റിംഗ് ഫോർ എ കമാൻഡ്. ദൈവം കൽപ്പിച്ചു, ദൈവം പറഞ്ഞു എന്നാൽ ചില ബൈബിളിൽ ഗോഡ് കമാൻഡഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ചില ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഹി കമാൻഡഡ് എന്നാണ്. ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് വാസ് വെയിറ്റിംഗ് ഫോർ എ കമാൻഡ് എന്നാണ്. വെയിറ്റിംഗ് ഫോർ എ കമാൻഡ്, ഒരു കമാൻഡ് കിട്ടാൻ വേണ്ടി. അപ്പോഴാണ് ദൈവം പറയുന്നത് വെളിച്ചമുണ്ടാകട്ടെ. ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. അങ്ങനെ ഓരോന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിടെ ഇവിടെ എല്ലാം പ്രവർത്തിക്കണം കടം. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ മോശ ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവിടെ പറയാൻ നമുക്ക് കാണാം. നമുക്കൊന്ന് അവൻ 7 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സകല ചരാചരങ്ങളും തൻ്റെ വായിലെ വചനത്താൽ സകലതും സൃഷ്ടിക്കപ്പെട്ടു നടക്കാൻ. ദൈവത്തിൻ്റെ ജ്ഞാനത്തെ ഡയറക്റ്റായിട്ട് ലഭിച്ച മറ്റൊരു വ്യക്തിയാണ് ശലോമോൻ. ദൈവത്തിൻ്റെ ജ്ഞാനത്തെ കറക്റ്റ് ദൈവത്തിൻ്റെ ജ്ഞാനം ലഭിച്ചിട്ട് ആ ജ്ഞാനത്തിലൂടെ സംസാരിച്ച ശലോമോനും ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്. ശലോമോൻ്റെ സദൃശവാക്യങ്ങൾ 8-ാം അധ്യായം 22-ാം വാക്യം മുതൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. സദൃശവാക്യം 8-ാം അധ്യായം 22 മുതൽ ഒന്ന് വായിച്ചു നോക്കൂ. ഞാനത് മുഴുവനും വായിക്കുന്നില്ല. ഞാനതിൻ്റെ മുഖ്യ ഭാഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഞാൻ വായിക്കുന്നത്. എൻ്റെ മുഖ്യഭാഗം മാത്രമാണ് ഞാനിപ്പോൾ വായിക്കുന്നത്. മുഖ്യഭാഗം അതായത്, അവൻ ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ ആഴത്തിൻ്റെ ഉപരിഭാഗത്ത് വൃത്തം വരച്ചപ്പോഴും അവൻ മീതെ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും ആഴത്തിൻ്റെ ഉറവുകൾ തടിച്ചപ്പോഴും വെള്ളം അതിൻ്റെ കൽപ്പനയെ ആക്രമിക്കാതെ വണ്ണം അവൻ സമുദ്രത്തിൻ്റെ അതിർ വെച്ചപ്പോഴും ഭൂമിയുടെ അടിസ്ഥാനം ഇട്ടപ്പോഴും ഞാൻ അവൻ്റെ അടുക്കൽ ശില്പിയായിരുന്നു. ഇടപെടാതെ അവൻ്റെ മുൻപിൽ വിനോദിച്ചുകൊണ്ട് ദിനം പ്രതി അവൻ്റെ പ്രമോദമായിരുന്നു. അവൻ്റെ ഭൂതലത്തിൽ ഞാൻ വിനോദിച്ചുകൊണ്ടിരുന്നു. എൻ്റെ പ്രമോദം മനുഷ്യപുത്രന്മാരുടെ കൂടെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, ഹി വാസ് ബിസൈഡ് ഹിം ആസ് എ മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ കർത്താവ് പിതാവായ ദൈവത്തിൻ്റെ സമീപത്ത് പിതാവും പുത്രനും കൂടെയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെന്നല്ലേ
ശലോമോൻ പറയുന്ന തൻ്റെ ദൈവം അറിയിച്ച ജ്ഞാനത്തിലൂടെ സംസാരിക്കുന്നത്. കർത്താവ് പറയുന്നവനാണ്, എൻ്റെ പ്രമോദം മനുഷ്യപുത്രന്മാരുടെ കൂടെ ആയിരുന്നു. മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പേ അവൻ കണ്ടിരുന്നു ഇതെല്ലാം എന്നല്ലേ ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനം പറഞ്ഞിരുന്നത്. അതുകൊണ്ടല്ലേ പൗലോസ് തന്നെ തിമോഥെയോസിനോട് പറയുമ്പോൾ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിച്ചു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം വചനം മാംസമായ രീതി ഏതാണെന്നാണ് പൗലോസ് തിമോഥെയോസിന് പറയുന്നത്. കാരണം അതെന്താണ്? എന്തിനാണെങ്കിലും മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനായകൊണ്ട് താനും ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ തോൽപ്പിച്ച് മരണഭയത്തിൽ കിടന്നവരെ, ജീവപര്യന്തം മരണഭയത്തിൽ കിടന്നവരെയൊക്കെയും വിടുവിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ കർത്താവ് ഈ ഭൂലോകത്തിലേക്ക് വന്നത്, വചനം മാംസമായത്. അതാണ് ദൈവത്തിൻ്റെ ഭാഗങ്ങൾ. ഇനി നമുക്ക് ഒരു ഭാഗം കൂടെ നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനത്തിൻ്റെ പ്രഭാവത്തെ, ശക്തിയെ വ്യക്തമായിട്ട് നമ്മളെ മനസ്സിലാക്കിയ വേറൊരു വ്യക്തിയുണ്ട്. സുവിശേഷ ഭാഗങ്ങൾ 4 സുവിശേഷങ്ങളാണല്ലോ. 4 സുവിശേഷങ്ങളാണ് നമുക്കുള്ളത്: മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. പക്ഷേ ഈ 4 സുവിശേഷങ്ങളിൽ യോഹന്നാൻ സുവിശേഷന് വളരെ ശ്രേഷ്ഠതയാണ്. ആത്മീയതയിലാണ് സംസാരിക്കുന്നത് യോഹന്നാൻ, ആത്മീയ ചൈതന്യത്തിലാണ്. മറ്റു 2 പേരും ആത്മീയ ചൈതന്യത്തിലല്ലെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ യോഹന്നാൻ സുവിശേഷത്തിന് അതിപ്രധാനമായ ഒരു സ്ഥാനമുണ്ട് സുവിശേഷത്തിൻ്റെ ലോകത്തിൽ. അതാണ് പറഞ്ഞത്. ആ യോഹന്നാനാണ് ഈ സൃഷ്ടിയെക്കുറിച്ച് സംസാരിക്കുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. പിന്നെ സംസാരിക്കുന്നത് അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. അവൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അവൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ചാണ് പറയുന്നത്. അവൻ പിതാവിൻ്റെ അടുത്ത് കൂടെയായിരുന്നു അവൻ്റെ വചനമായിട്ട്. ഇതാണ് യോഹന്നാൻ നമുക്ക് തൻ്റെ സുവിശേഷത്തിൽ അത് മനസ്സിലാക്കി തരുന്നത്. വചനം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ആ കർത്താവിന് മാത്രമാണ് നമ്മുടെ പ്രാർത്ഥന. ആ കർത്താവിനെ മാത്രം വിശ്വസിക്കുക, ആ കർത്താവിനെ മാത്രം നമ്മൾ ട്രസ്റ്റ് ചെയ്യുക. ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ബിലീവ്. ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മുടെ കർത്താവിനെ ട്രസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബിലീവ്, ഹോപ്പ്, റെസ്പോൺസിബിലിറ്റി, കെയർ, വിശ്വാസം, പ്രതീക്ഷ, പ്രത്യാശ, അഭയം, ശ്രദ്ധ, നിക്ഷേപം, പരിപാലന വസ്തു, ഫലമേൽപ്പിച്ച വസ്തു, ആശ്രയിക്കുക, പ്രതീക്ഷിക്കുക, സമർപ്പിക്കുക. ഇതെല്ലാമാണ് ട്രസ്റ്റിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. വിശ്വസിക്കാൻ കൊള്ളാവുന്ന, വിശ്വാസയോഗ്യമായ, ഇതെല്ലാമാണ് ട്രസ്റ്റ് എന്ന് വാക്കിന് അർത്ഥം കൊടുക്കുന്നത്. ട്രസ്റ്റ് ഇൻ ഗോഡ്. എന്നാൽ ട്രസ്റ്റ് എന്ന് പറയുന്ന വാക്കിന് ബൈബിളിൻ്റെ വിദഗ്ധന്മാർ കൊടുക്കുന്ന ഒരു വാക്കുകളുണ്ട്. ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂസിങ് ടു ആക്ട് ഓൺ ഗോഡ് വേർഡ് ഇൻ സ്പൈറ്റ് ഓഫ് ഫിയർ. അതായത് സാഹചര്യത്തിന് അനുകൂലമായ ബൈബിൾ സംഭവങ്ങളെ അറിഞ്ഞ് പിടിക്കാനുള്ള തിരച്ചിലായിരിക്കണം, അല്ലാതെ നമ്മൾ ഭയത്തിന് അടിമയായിരിക്കരുത്. ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അതായിരിക്കണം. ട്രസ്റ്റിൻ്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്: ചൂസിങ് ടു ആക്ട് ഓൺ ഗോഡ്സ് വേർഡ്സ് ഇൻ സ്പൈറ്റ് ഓഫ് ഫിയർ. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ബാധ്യതകളെ എന്തെല്ലാം പ്രശ്നത്തിലാണ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ നട്ടത്തിരിക്കുന്നത്. രോഗത്തിൻ്റെ പിടിയിലെ, കടബാധ്യതകളുടെ പിടിയിലെ, നമ്മുടെ പലവിധമായ ബന്ധനങ്ങളിൽ അങ്ങനെയൊക്കെ എന്തെല്ലാമാണ് നമ്മൾ ഇത് പിടിക്കുന്നത്. ട്രസ്റ്റ് നമ്മൾ ആ സമയങ്ങൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഭയത്തിന് അടിമയായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ട്രസ്റ്റ് ഇൻ ഗോഡ്. ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സാഹചര്യത്തിന് അനുരൂപമായ സാഹചര്യങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂലോകിൽ താമസിക്കുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പോൾ കർത്താവ് ചെയ്ത പ്രതിവിധി എന്താണ്? അതിനെക്കുറിച്ചുള്ള അന്വേഷണമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതിനെക്കുറിച്ചുള്ള തിരച്ചിലായിരിക്കണം ആ ട്രസ്റ്റ് എന്ന് പറയുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ട ഒരു
ഒരനുഭവം ഞാൻ ഞങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ മകള് നാട്ടിലേക്ക് പോവുകയായിരുന്നു. നാട്ടിലേക്ക് പോകാൻ വേണ്ടി അപ്പം ഞാൻ പണി സ്ഥലത്തായിരുന്നുകൊണ്ട് എനിക്ക് സമയത്തിന് എത്താൻ കഴിഞ്ഞില്ല. സമയത്തിന് ഞാൻ പുറപ്പെട്ടു, പക്ഷേ ട്രാഫിക്കിൻ്റെ ആ പ്രഷർ കൊണ്ട് എനിക്ക് സമയത്തിനെത്താൻ കഴിഞ്ഞില്ല. സമയത്തിന് ഞാൻ പ്ലാറ്റ്ഫോമിലേക്ക്, റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ അങ്ങോട്ട് ചെല്ലാൻ, ഞാൻ മോള് സഞ്ചരിക്കുന്ന ആ ട്രെയിൻ മൂവി ജസ്റ്റ് സ്റ്റാർട്ടഡ്. ട്രെയിൻ അങ്ങ് സ്റ്റാർട്ടായി. അയ്യോ ദൈവമേ, ഞാൻ കൊണ്ടുവന്ന് കൊടുക്കാനും ഇച്ചിരി പൈസ കൊടുക്കാനും ഒന്നും എനിക്ക് കഴിഞ്ഞില്ലല്ലോ. എനിക്കങ്ങ് വേദനയായി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ആശയം ഉണ്ടായി. എന്നറിയാമോ? അടാ, യോഹന്നാൻ, അതായത് ജോഷുവയുടെ പുസ്തകം 10-ാം അധ്യായം 12-ാം അധ്യായത്തിൽ നമ്മളിത് വായിക്കുന്നുണ്ട്. അതായത് സൂര്യ നീ ഗിബയോണിലും ചന്ദ്ര നീ അയ്യനോൺ താഴ്വരയിലും നിൽക്കാൻ പറ. സൂര്യ നീ ഗിബയോണിലും ചന്ദ്ര നീ അയ്യനോൺ താഴ്വരയിലും നിൽക്കാ എന്ന് ജോഷുവ യഹോവയായ ദൈവത്തോട് പ്രാർത്ഥിച്ചു പറഞ്ഞു. സൂര്യ നീ ഗിബയോണിലും ചന്ദ്ര നീ അയ്യനോൺ താഴ്വരയിൽ നിൽക്കുക എന്ന് പറഞ്ഞു. കാര്യമെന്താ? കാര്യം ജോഷുവ അമലോക്കയോട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കാൻ ഇനി ഒരു മണിക്കൂർ 2 മണിക്കൂർ ഉണ്ടെങ്കിൽ എനിക്ക് അവരെ നിശേഷം തോൽപ്പിക്കാൻ സാധിക്കും. ആരും ഈ ഇരുട്ടായി കഴിഞ്ഞാൽ, സന്ധ്യ ആയിക്കഴിഞ്ഞാൽ അവർ മലമുകളിൽ പോയി അവിടെ ഇവിടെയൊക്കെ പാത്തുഴിഞ്ഞ് പിന്നെ അവരെ കണ്ടുപിടിക്കാൻ പ്രയാസം, അവരെ തോൽപ്പിക്കാൻ പിന്നെ പ്രയാസം ഉണ്ടാകും. ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അവരെ നിശേഷം തോൽപ്പിക്കാൻ സാധിക്കും. സന്ധ്യ എടുക്കുന്നല്ലോ. ജോഷുവ വിളിച്ചു പറഞ്ഞു, സൂര്യ നീ ഗിബയോണിലും ചന്ദ്ര നീ അയ്യനോൺ താഴ്വരയിൽ നിൽക്കുക. അത് സൂര്യനോടത്ത് നിൽക്കുകയാണല്ലോ. ഈ പ്രപഞ്ചത്തിൻ്റെ ചലനത്തെ സൃഷ്ടിച്ചു, പ്രപഞ്ചത്തിൻ്റെ ചലനത്തെ സ്റ്റോപ്പ് ചെയ്ത കർത്താവ്, പ്രപഞ്ചത്തിലെ ചലനത്തെ നിർത്തിയ കർത്താവ്, അവൻ്റെ കൂടെ ഞാനും ഒരു വാക്കും കൂടെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എന്നെ സഹായിക്കാതിരിക്കാൻ തക്കവണ്ണം നിൻ്റെ കൈകൾ കുറുകിപ്പോയിട്ടില്ലല്ലോ. അതുകൂടെ ഞാൻ എന്നെ താടി ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, ഒരു ബ്രേക്കിൻ്റെ കീറുന്നൊരു ശബ്ദത്തോടെ ട്രെയിൻ അവിടെ നിന്നു. ഇതിപ്പം ട്രെയിൻ സിഗ്നൽ കിട്ടിയോണ്ടായിരിക്കും, അല്ലെന്നായിരിക്കും. ട്രെയിൻ അവിടെ നിന്നു. ട്രെയിൻ നിന്നപ്പോഴത്തേക്ക് ട്രെയിൻ എനിക്ക് വേണ്ടി നിന്നാണ് ഞാൻ വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പിന്നെയും തിരക്കിട്ട് ഓടുകയാണ്. തിരക്കിട്ട് നടന്ന് ആൾക്കാരെ കഴിഞ്ഞ് മാറ്റി നമ്മുടെ സൈക്കോടെ ഓടി കുഞ്ഞ് ബുക്ക് ചെയ്തിരിക്കുന്ന ആ കമ്പാർട്ടിൽ ചെന്ന് അവളപ്പം വാതിൽ എന്നെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാനത് സാധനം കൊടുത്ത് സന്തോഷത്തോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവിടെ രണ്ട് ഫ്രണ്ടും പരിചയപ്പെട്ട 2-3 ഫ്രണ്ട് അവരൊക്കെ സംസാരിച്ചിട്ട് അവൾ എന്നോട് എന്നാൽ പപ്പ പൊക്കോ ട്രെയിൻ ഇപ്പം പൊക്കോ. ഞാനും ഉള്ളിലോട്ട് പോകുന്നു, അവൾ ഉള്ളിലോട്ട് പോയി, ഞാൻ പുറകോട്ട് പോകുന്നു. ഞാൻ വന്ന് പ്ലാറ്റ്ഫോമിലൂടെ നടന്ന് പ്ലാറ്റ്ഫോമിൻ്റെ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോഴും ട്രെയിൻ എപ്പോഴും അവിടെ നിൽക്കുകയാണ്. ട്രെയിൻ പോയിട്ടില്ല, സിഗ്നൽ കിട്ടിയിട്ടില്ലായിരിക്കും. എങ്കിലും കർത്താവേ, എന്തേലും ഞാൻ ചെയ്ത പ്രവൃത്തി, ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഞാൻ ചെയ്ത പ്രവൃത്തി എന്താണ്? ദൈവം അത്ഭുതം കാണിച്ച ആ സാഹചര്യം, ദൈവം അത്ഭുതം പ്രവർത്തിച്ച ആ ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ ചൂസ് ചെയ്യുമായിരുന്നു. ആ സമയത്ത് ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ ചൂസ് ചെയ്തിട്ട് ഏതാണ് ഇതിന് സൂട്ടബിളായ ഒരു വചനം എനിക്ക് ഞാൻ കണ്ടുപിടിക്കാൻ എന്നുള്ള ഉദ്ദേശത്തോടൊന്നുമല്ല. അന്നേരം എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ മനസ്സിൽ അങ്ങനെ വന്നു. ഞാൻ അങ്ങനെ സംസാരിച്ചു. ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുണ്ടോ എന്ന്, ഇത് ദൈവം എനിക്ക് വേണ്ടിയാണ് നിർത്തിയതെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. പക്ഷേ ഇറങ്ങിപ്പോകുമ്പോഴും ഞാൻ വെച്ചു, കർത്താവെ, ദൈവം നിർത്തി തന്നതിനെ ഞാൻ കർത്താവിൽ വിശ്വസിച്ചല്ലോ. കാര്യം വിശ്വസിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ഓടിപ്പോകുമായിരുന്നു. എനിക്ക് വേണ്ടിയാണ് കർത്താവ് നിർത്തിയത്. അതാണ് എനിക്ക് ഞാൻ അതിന് ഓടേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ വേണ്ടി ഞാൻ ഇറങ്ങി വന്നപ്പോഴും കർത്താവ് എനിക്ക് വേണ്ടിയല്ലയോ അത് നിർത്തിയെന്നുള്ള ചിന്ത എൻ്റെ ഹൃദയത്തിൽ എന്തുകൊണ്ട് ചാരിതാർത്ഥ്യം എനിക്കുണ്ടായത്. ഈ സംഭവം നമുക്ക് വന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്നത്. ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിൽ. ഞാൻ ചോദിക്കട്ടെ, ഈ സംഭവം എനിക്കിപ്പം ദൈവത്തിൻ്റെ വചനം അല്പം അറിയാവുന്നതുകൊണ്ടാണ് ഞാനതിങ്ങനെ ചിന്തിച്ചത്. ദൈവത്തിൻ്റെ വചനം അറിയാൻ ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ ജീവൻ. കാര്യം ദൈവത്തിൻ്റെ വചനമാണ് ജീവനുള്ളത്. ആ ജീവനുള്ള വചനത്തിൽ നമ്മൾ ആശ്രയിക്കാതെ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ആശ്രയിച്ച് കഴിഞ്ഞാൽ എങ്ങനെ നോക്കുന്നത്? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ, ഇതെല്ലാം വിശുദ്ധ പുസ്തകത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂലോകത്തിൽ വന്ന് ജീവിച്ചവനാണ്.
ഞാൻ ആദ്യം പറഞ്ഞത് ദൈവത്തിൻ്റെ പരിശുദ്ധമായ ഇബ്രായ ലേഖനത്തിലിരിക്കുന്ന മക്കൾ ജഡരക്തങ്ങളോട് കൂടിയ അവനും അവരെപ്പോലെയായാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളും എല്ലാം കർത്താവിന് ശരിക്കറിയാം. നമുക്കുണ്ടാകുന്ന രോഗാസുഖങ്ങൾ, കടബാധ്യതകൾ, പലവിധ ബന്ധനങ്ങൾ, പൈശാചിക ശക്തികൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. ഇതിനെയെല്ലാം കർത്താവ് എങ്ങനെയാണ് തരണം ചെയ്തത്? നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പൈശാചിക ശക്തിയാണ് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിലെ ഏറ്റവും മുഖ്യമായ പ്രശ്നം. പൈശാചിക ശക്തികളാണ്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഈ പൈശാചിക ശക്തികളെ എങ്ങനെയാണ് സാത്താൻ കർത്താവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ സാത്താനെ വരുമ്പോൾ നീ സമയത്തിന് മുമ്പേ വന്നുവല്ലോ, ഞങ്ങളെ നശിപ്പിക്കാൻ വന്നു. സാത്താനെ നശിപ്പിക്കാനാണ് കർത്താവിയുടെ ഭൂലോകത്ത് വന്ന് അവൻ്റെ ശക്തിയും ബലവും അതിന് കൊടുക്കാനുള്ള വചനവുമാണ് നമുക്കെന്നത്. വചനമെന്ന വാളെന്നാണ് പറയുന്നത്. വചനമെന്ന വാളെന്ന് എന്തിനാണ് പറയുന്നത്? വാളെന്തിനാണ് പിന്നെ? ഇത് കാണാനാണോ? അത് നശിപ്പിക്കാൻ, മുറിക്കാൻ, അവനെ നശിപ്പിക്കാൻ നമുക്ക് തന്നത് വചനമെന്ന വാളാണ് നമുക്കെന്നത്. അത് സാത്താനോട് എതിർക്കാനാണ്. അത് നമുക്ക് വചനം അറിയാമെങ്കിൽ നമുക്ക് എങ്ങനെ ആ വാളിന് ഉപയോഗിക്കാൻ പറ്റും? നമുക്ക് വചനം അറിയാമെങ്കിൽ നമുക്ക് വചനം അറിയില്ലെങ്കിൽ സാത്താൻ നമ്മളെ തോൽപ്പിക്കും. നമ്മൾ വചനം പഠിക്കണം. അല്ല, നമ്മൾ കേവലം ഒരു പ്രാർത്ഥനയുടെ രീതികളല്ല. നമ്മൾ വചനം പഠിച്ചിട്ട് വചനം അറിയാമെങ്കിൽ ആ വചനം കർത്താവിനോട് ചോദിച്ചിട്ട് ആ വചനത്തിൻ്റെ അർത്ഥം എന്താണ് കർത്താവേ? നമ്മൾ വേറെ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പുരോഹിതനോടോ അല്ലെങ്കിൽ ഒരു ദൈവദാസനോടോ ചോദിച്ചാൽ പക്ഷേ അതിൻ്റെ അർത്ഥം ശരിയായിരിക്കത്തില്ല. നമ്മൾ ആത്മാർത്ഥതയോട് കർത്താവിനോട് ചോദിക്കണം. കർത്താവേ, ഞാൻ ഈ വായിച്ച വചനം എന്താണ്? അതിൻ്റെ അർത്ഥം എന്താണ് കർത്താവേ? നമ്മൾ എത്രമാത്രം സിൻസിയറാണോ, ഫെയ്ത്ത്ഫുള്ളായിട്ടിട്ട് നമ്മൾ കർത്താവിനോട് ചോദിക്കുന്നത്. കർത്താവിന് വലിയ ഇഷ്ടമാണ് തൻ്റെ വചനങ്ങളെ. നമ്മളൊരു വ്യക്തി കർത്താവിനോട് തൻ്റെ വചനത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് വ്യക്തമാക്കി തരുവാൻ കർത്താവ് വന്ന് നമുക്കത് മനസ്സിലാക്കുന്നത്. നമ്മൾ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് നമ്മളതിനെ കണ്ണുമടച്ച് മെഡിറ്റേറ്റ് ചെയ്യുകയാണ്. കർത്താവ് ഈ വചനം എന്താണ്? വീണ്ടും വായിക്കുക. വീണ്ടും വായിക്കുക. വായിക്കുന്ന വചനങ്ങൾ നമുക്ക് വളരെ പ്രാധാന്യവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ അതൊരു ബുക്കിൽ എഴുതി വെക്കുക, ഒരു പേപ്പറിൽ എഴുതി വെക്കുക, ഇത് പഠിക്കുക. ഞാൻ നിങ്ങളോട് ചോദിക്കണം, നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരവും അതിനകത്തെല്ലാം നിവൃത്തിയാക്കി തരുന്ന കർത്താവ് ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് അതിനുവേണ്ടി മടിച്ചു നിൽക്കുന്നത്? ഒന്ന് ശ്രമിച്ചു നോക്കരുതോ? നമ്മുടെ ജീവിതത്തെക്കുറിച്ച് എന്താണ് നമുക്ക് ഉറപ്പുള്ളത്? ഈ ലോകത്തെക്കുറിച്ച് എന്തുറപ്പുണ്ട് നമുക്ക്? ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ മക്കളെക്കുറിച്ച്, നമ്മുടെ ഓരോ കാര്യത്തെക്കുറിച്ച്, നമ്മുടെ ഓരോ സാഹചര്യത്തിൽ നമ്മൾ അനുഭവപ്പെടുന്ന വേദനയും കഷ്ടപ്പാടും എപ്പോഴാണ് ആരോടാണ് ചോദിക്കേണ്ടത്? എന്താണ് പറയേണ്ടത്? അനുഭവിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമുക്കില്ലേ? രണ്ട് കൈ നീട്ടി അധ്വാനിക്കുന്നവനും ഭാരം ചുമക്കുന്നവരും നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കളേക്ക് വരുവൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ദാഹിക്കുന്നവൻ എൻ്റെ അടുത്തേക്ക് വരട്ടെ, ഞാൻ അവർക്ക് കുടിക്കാൻ കൊടുക്കും. ഞാൻ വാതിലിൻ്റെ പുറത്തുനിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് തുറന്നതാൽ ഞാൻ അവൻ്റെ കൂടെ അകത്തിയെന്ന് അവൻ്റെ കൂടെ അത്താഴം കഴിക്കുമെന്നാണ് പറയുന്നത്. ഇത്രയൊക്കെ കർത്താവ് പറഞ്ഞാൽ പോരായോ? പിന്നെന്താ നമ്മുടെ പ്രശ്നം എന്താണ്? ജീവിതത്തിന് നമ്മൾ എന്തെല്ലാം കാര്യത്തിന് വേണ്ടിയാണ് ജീവിതത്തിൽ നമ്മൾ ചിലവഴിക്കുന്നത്? എത്രയോ സമയമാണ് നമ്മൾ ഈ സെൽഫോൺ വെച്ച് നമ്മുടെ മനസ്സിനെ എത്ര കലുഷിതമാക്കുകയാണ്, മലിനമാക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു അല്പസമയം നമ്മൾ കർത്താവിന് വേണ്ടി ചിലവഴിച്ച് നമുക്ക് നിങ്ങളൊന്ന് പരിശ്രമിച്ച് നോക്ക്. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുണ്ടാകും, അതിശയങ്ങളുണ്ടാകും. അതിന് യാതൊരു സംശയവുമില്ല. അതിശയങ്ങൾ നമ്മൾ എത്രമാത്രം കർത്താവിനോട് ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും സമർപ്പണത്തോടും നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് നിന്നാൽ അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കർത്താവിന് അത് ഇഷ്ടമാണ്. ഒരു വ്യക്തി നിൻ്റെ അടുത്തേക്ക് വന്നാൽ അത് നിൻ്റെ എന്ത് പ്രോബ്ലം ആയിരിക്കും, തീരാത്ത പ്രശ്നമായിക്കോട്ടെ, എന്ത് പ്രശ്നമായിക്കോട്ടെ, കർത്താവ് അതിന് പിന്നെ ഒരു കാര്യമുണ്ട്. നമ്മൾ ചെന്നിട്ട് ഒരാഴ്ച പ്രാർത്ഥിച്ചു, 2 ആഴ്ച പ്രാർത്ഥിച്ചു, 3 ആഴ്ച പ്രാർത്ഥിച്ചു. കർത്താവ് ഞാൻ 2 ആഴ്ച പ്രാർത്ഥിച്ചു. നമ്മൾ കർത്താവിൻ്റെ അടുത്ത് ഒന്നാമത്തെ കാര്യം നമ്മളെ അടുത്തുകൊണ്ട് പോകുന്നത്, നമ്മുടെ കർത്താവിൻ്റെ അടുത്ത് നമ്മൾ ഒരു കാരണത്താലും തന്നെത്താൻ നമ്മൾ ഡിസ്ക്രെഡിറ്റ് ആകരുത്. കർത്താവിനെ ഇത്രയായാലോ, കർത്താവ് എന്താ, നമ്മൾ ഒരിക്കലും കർത്താവിനോട് നമ്മൾ കർത്താവിൻ്റെ മക്കളാണ് എന്നുള്ള എൻ്റെ കർത്താവ് എനിക്ക് നന്മ മാത്രമേ വരുത്തുകയുള്ളൂ. ഞാൻ കർത്താവിനെ തിരയുന്ന ഒരു സ്വഭാവം എൻ്റെ ജീവിതത്തിൽ നിനക്കുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അതിന് യാതൊരു സംശയമില്ല. ഒന്ന് പരീക്ഷിച്ച് നോക്ക്. ഒരു ഡിസിഷൻ എടുക്കുക, തീരുമാനിക്കുക. ഞാൻ ദിവസവും എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ അരമണിക്കൂർ മാറ്റിവെക്കാം. നിങ്ങൾ അരമണിക്കൂർ മാറ്റിവെച്ച് ഒരാഴ്ച 2 ആഴ്ച അങ്ങനെ അതിനുവേണ്ടി മാറ്റിവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2ാമത്തെ ആഴ്ച നിങ്ങൾ 1 മണിക്കൂർ നിങ്ങൾ മാറ്റിവെക്കും. അതാണ് കർത്താവിൻ്റെ സാന്നിധ്യം. കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങൾ കർത്താവിൻ്റെ സാന്നിധ്യം രുചിച്ചറിഞ്ഞു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് വിട്ടുമാറാൻ പ്രയാസം. നിൻ്റെ പ്രോബ്ലങ്ങളെ അതിൽ നിങ്ങളുടെ വിശ്വസ്തതയുടെ സമർപ്പണത്തിൻ്റെ അതിൻ്റെ വിനീതതയുടെ നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ നമ്മളെപ്പോലും വിനീതരായിരിക്കണം. ബൈബിളിൽ എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കർത്താവിൻ്റെ മുമ്പിൽ വിനീതരായിട്ട് നിന്ന മനുഷ്യർ നമുക്കറിഞ്ഞല്ലോ. റോമൻ സാമ്രാജ്യത്തിലെ ശതാധിപനെ നമുക്കറിയാം. അദ്ദേഹത്തിന് അധികാരമുള്ള മനുഷ്യനാണ്. എന്നിട്ടും കർത്താവിനടുത്ത് എത്ര വിനീതനായിട്ടാണ് കർത്താവിനോട് സംസാരിക്കുന്നത്. നമുക്ക് വിനീതനായിട്ട് നമുക്ക് കർത്താവിനോട് അത് കർത്താവിന് ഇഷ്ടമാണ്. നമ്മൾ കർത്താവിൽ നിന്ന് എത്രമാത്രം നോളജ് വർദ്ധിച്ച് വരുന്നത് കർത്താവിൻ്റെ വചനം പഠിച്ച് വരുമ്പോഴത്തേക്ക് ഈ വിനീതതയും അനുതാപവും നമ്മളെ കൃത്യം തന്നെ വന്ന് കയറുന്നത് നമുക്കറിയാൻ സാധിക്കും, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുവേണ്ടി കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കും. സ്നേഹവാനായ സ്വർഗീയ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ പരിശുദ്ധമായ ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, വചനം കേട്ട ഓരോ വ്യക്തികളെയും നീ പേരായി കർത്താവേ, വചനം കേട്ട ഓരോ വ്യക്തികളെ നീ അനുഗ്രഹിക്കണമേ കർത്താവേ. അവർ നിന്നെ ആശ്രയിക്കുന്നു കർത്താവേ. ഒരുപക്ഷെ നീ ആഗ്രഹിക്കുന്ന പോലെ അവർ നിൻ്റെ അടുത്ത് എത്തിയില്ലെന്നിരിക്കാം. അത് അവരുടെ അറിവ് കുറവുകൊണ്ടും ജ്ഞാനക്കുറവുകൊണ്ടും വചനത്തെക്കുറിച്ചുള്ളതായ ജ്ഞാനക്കുറവ് കൊണ്ടുമായിരിക്കും. നീ അവർക്ക് വചനം കൊടുക്കുക. അപ്പോൾ അവരെല്ലാം കർത്താവ് അവിടെ നീ ഭൂലോകത്തിൽ വന്ന് താമസിച്ചപ്പോൾ കർത്താവ് തൻ്റെ അടുത്തേക്ക് വന്ന ജനങ്ങളെ നോക്കി കർത്താവ് പറഞ്ഞു തന്നാണ്. കർത്താവ് ഇടയനില്ലാത്ത ആടുകൾ, അത്രമാത്രം വാത്സല്യമാണല്ലോ കർത്താവ് നീ ജനങ്ങളോട് തോന്നി. ഞങ്ങൾ ഇടയനില്ലാത്തകൾ, ഞങ്ങളെ ഓരോ മനുഷ്യനും ആ ഇടയനെ നേടുവാൻ വേണ്ടി കർത്താവ് പരിശ്രമിക്കുന്ന ഒരു ഹൃദയം നിൻ്റെ മക്കൾ കൊടുക്കണം. അതിനുവേണ്ടി നീ അവരെ ഒരുക്കണമേ. അതിനുവേണ്ടി നീ അവർക്ക് വേണ്ടി നീ ഒന്ന് അവരെ സഹായിക്കുക കർത്താവേ. അതിനുവേണ്ടി ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനം ഓരോരുത്തരും കൊണ്ടുമാറാകട്ടെ. ആമേൻ.